പക്ഷെ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർ പാകിസ്ഥാന് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. ഈ തവി നദിയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ആൾക്കാരെ അവിടുന്ന് സുരക്ഷിതമായി മാറ്റി പാർപ്പിക്കണമെന്ന്. നമുക്ക് ഈ സിന്ധു നദീജല തർക്കം ഒക്കെ ഉള്ള സമയത്ത് പൂർണ്ണമായും നയതന്ത്ര ബന്ധം വിച്ഛേദിക്കപ്പെട്ട സമയത്താണ് ഈ ഒരു നടപടി ഉണ്ടായത്. നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ ജപ്പാൻ സന്ദർശനത്തിന് ശേഷം ഇനി ചൈനയിലേക്ക് തിരിക്കുകയാണ്. ചൈനയുമായിട്ട് നമുക്ക് അതിർത്തി സംഘർഷങ്ങൾ ഉള്ളതാണ്. ചൈനയുമായിട്ട് നമുക്ക് ഈ പുതിയ സാഹചര്യത്തിൽ ഇപ്പോൾ അമേരിക്കയുമായിട്ട് വ്യാപാര യുദ്ധം ഉണ്ടായ സാഹചര്യത്തിൽ ചൈനയുമായിട്ട് നമുക്ക് സൗഹൃദം സ്ഥാപിച്ചേ പറ്റൂ. ഇതാണ് അവസ്ഥ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നൊരു ചടങ്ങിൽ സംസാരിച്ചിട്ട് പറയുന്നു, ഇന്ത്യക്ക് സ്ഥായിയായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല, രാജ്യ താൽപ്പര്യമാണ് പ്രധാനം. നമ്മൾ എന്താണ് വായിച്ചെടുക്കേണ്ടത്? നമ്മുടെ ഈ വിദേശ നയം എന്ന് പറയുന്നത് ഇപ്പോൾ ഏതൊരവസ്ഥയിലെത്തിയിട്ടുണ്ട്? കാര്യമായ ഒരു മാറ്റത്തിൻ്റെ പാതയിലാണോ? കുറച്ചു കാലമായിട്ട് നമ്മുടെ വിദേശ നയത്തിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശത്രുക്കളും മിത്രങ്ങളും ഒരേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ലോകവ്യാപകമായിട്ട് അംഗീകരിക്കപ്പെട്ട വിദേശ നയം എന്ന് പറയുന്നത് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്നതായിരുന്നു, ചേരിചേരാ നയം. പക്ഷേ ഇപ്പം ഇന്ത്യ ഒരു ചേരിയുടെ ഭാഗമായല്ലോ. അതെ, ചൈന, റഷ്യ, ഇന്ത്യ. അത് പുതിയ രീതിയിലേക്ക് വരുന്ന കാര്യമല്ലേ. നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നത് ഇല്ലാതാകുന്നത് തന്നെ ഈ ബൈപ്പോളാർ വേൾഡ് എന്ന് പറയുന്ന സംഭവം ലോകത്ത് ഇല്ലാതാകുന്നതിൻ്റെ ഫലമായിട്ടാണ്. രണ്ട് ചേരിയായിട്ട് ലോകം വിഭജിച്ച് നിന്ന സമയത്താണ് ഇന്ത്യ പ്രഖ്യാപിച്ചത്, ഈ രണ്ട് ചേരിയിലും ഞങ്ങളില്ല, ചേരി ചേരാൻ നയമാണ് ഇന്ത്യയുടേത്. ഈ രണ്ട് ചേരിയിലും നല്ല കാര്യങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ അപ്പോൾ ഇനി ഈ ഒരു ലോകമഹായുദ്ധം കൂടി ആരും പ്രതീക്ഷിക്കുന്നില്ല. രണ്ടാം ലോകമഹായുദ്ധത്തോടു കൂടി ലോകമഹായുദ്ധങ്ങൾ അവസാനിച്ചെന്നാണ് ഏറിയ പങ്കും വിശ്വസിക്കുന്നത്. കാര്യം അതിനുള്ളൊരു സാധ്യത, അതിനുള്ളൊരു എന്താ പറയുക, പിന്നെ ധൈര്യം ഒറ്റ രാജ്യങ്ങൾക്കും ഉണ്ടാകില്ല. അപ്പോൾ ഇനി ഈ ചേരിചേരാ നയം എന്ന് പറഞ്ഞ ആ ഒരു പഴഞ്ചൻ ആശയവുമായിട്ട് തൂങ്ങിപ്പിടിച്ച് നിന്നിട്ട് വലിയ കാര്യമില്ല എന്ന് ഇന്ത്യ ചിന്തിക്കുന്നുണ്ടാവുമോ? അല്ല, ചേരിചേരാ നയത്തിൻ്റെ കാലം കഴിഞ്ഞത് ഈ ബൈപ്പോളാർ വേൾഡ് അവസാനിച്ചത് കഴിഞ്ഞ യഥാർത്ഥത്തിൽ. പിന്നെ യൂണിപ്പോളാർ വേൾഡാണ്, അമേരിക്കയാണ് എല്ലാ കാര്യങ്ങളും. പക്ഷേ അമേരിക്ക കളിച്ച് കളത്തിന് പുറത്താകുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മൾ പുതിയ ചേരി ഉണ്ടാക്കി. ആ പുതിയ ചേരി ഉണ്ടാക്കുമ്പോൾ തന്നെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട വാചകമാണ് രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ചത്, ഇന്ത്യക്ക് സ്ഥായിയായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. ഇന്ത്യയുടെ രാഷ്ട്ര താല്പര്യത്തിന് അനുഗുണമായി നിൽക്കുന്ന രാഷ്ട്രങ്ങളെല്ലാം ഇന്ത്യയുടെ മിത്രങ്ങളും അതിനെതിരായി നിൽക്കുന്നവർ ശത്രുക്കളാണ്. ഇന്നത്തെ ശത്രു നാളത്തെ മിത്രമാണ്. അപ്പോൾ ഈ പാകിസ്ഥാനും ആശ്വസിക്കാൻ വകയുണ്ട്. തീർച്ചയായിട്ടും പാകിസ്ഥാനോടും അങ്ങനത്തെ സമീപനം തന്നെയായിരിക്കും എടുക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു തുള്ളി വെള്ളം നിനക്ക് തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആ മുന്നറിയിപ്പ് കൊടുക്കേണ്ട കാര്യമില്ല. അതെ അതെ, ചത്തോട്ട മുങ്ങി ചത്തോട്ടെ എന്ന് നിലപാടെടുത്താൽ മതി. അത് പക്ഷേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ദീർഘവീക്ഷണത്തോടു കൂടിയും കുറച്ചും കൂടി അവരെ പരിഗണനയിലേക്ക് വരാൻ പോകുന്നു എന്നാണ് അർത്ഥം. എന്നുവെച്ചാൽ പാകിസ്ഥാനെയും നമ്മൾ അത്യാവശ്യം സഹായിക്കേണ്ട സമയത്ത് സഹായിക്കും. അത് മനസ്സിലാക്കി പാകിസ്ഥാൻ തിരിച്ച് സഹായിക്കണം എന്ന മെസ്സേജ് കൂടി അതിനകത്തുണ്ട്. അതെ, തീർച്ചയായിട്ടും. ആ പുതിയ ലോകത്തിൻ്റെ ക്രമത്തിൽ അങ്ങനെ കാര്യങ്ങൾക്ക് പോകാനായിട്ട് കഴിയുള്ളൂ. അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഷാങ്ഹായിൽ നടക്കാൻ പോകുന്നതായിട്ടുള്ള ഈ ഉച്ചകോടി എന്ന് പറയുന്നത്. അതെ. അപ്പോൾ ഈ ഷാങ്ഹായ് ഉച്ചകോടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഇന്ത്യ കുറേ വർഷങ്ങൾക്ക് ശേഷം 7 വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അത്ര ദീർഘമായിട്ടുള്ള ആ കാലയളവിന് ശേഷം നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ട് ചെല്ലുന്നതല്ല. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി തർക്കം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിലവിലുണ്ട്. അതെ. അപ്പോൾ രണ്ട് രാഷ്ട്രങ്ങളും ചെയ്ത് അത് തൽക്കാലം നമുക്ക് ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് നമ്മളുടെ മുന്നിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ആഗോള പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ അഭിമുഖീകരിക്കാം? നമുക്കിപ്പോൾ ശത്രുവായിട്ട് എത്തിയിരിക്കുന്നത് ട്രംപാണ്, അമേരിക്കയാണ്. അമേരിക്കയുടെ ഈ റെസിപ്രോക്കൽ ടാക്സസിൻ്റെ വിഷയങ്ങളാണ്. എന്നുവെച്ചാൽ പകരച്ചുങ്കം വലിയ തരത്തിൽ ഇവരെയൊക്കെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് നിലപാടെടുക്കണം, നമുക്ക് ഒരുമിച്ചിരിക്കാം എന്ന നിലയിലേക്ക് വരുമ്പോഴാണ് പുതിയ ചേരി. ഈ ചേരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഈ 3 രാഷ്ട്രങ്ങൾ കൂടിയതാകും എന്ന് പൊതുവെ കണക്കാക്കപ്പെടുന്നുണ്ട്. റഷ്യ, ചൈന, ഇന്ത്യ എന്ന് പറയുന്ന ഈ 3 കക്ഷികൾ ട്രയംബറേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം.
അപ്പോൾ ഇവരുടെ ഈ ഒരു സാധ്യത ലോകത്തിൻ്റെ മുന്നിലേക്ക് വെക്കുന്ന സമയത്ത് ട്രംപിന് പോലും മുട്ടുമടക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അതായത് ട്രംപിന് സംഭവിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിപോളാർ വേൾഡായി വരികയും ലോകത്തിൻ്റെ പോലീസുകാരനായിട്ട് വീണ്ടും അമേരിക്ക അവരോധിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ നിന്നാണ് പെട്ടെന്ന് അവർ തെറിക്കപ്പെടുന്നത്. അവരെടുക്കുന്ന നിലപാട് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അവർ ഈ ചുങ്കയുദ്ധത്തിനേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഫലം അവർക്ക് ഗുണകരമാണെന്ന് ചോദിച്ചാൽ അല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് പോലും വളരെയധികം മെച്ചമുള്ള രീതിയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ അതിനൊരു വെല്ലുവിളി ഉണ്ടല്ലോ മാഷി. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചൈനയുമായിട്ട് സഹകരിക്കേണ്ടി വരും. നമുക്ക് ചൈനയ്ക്ക് വേണ്ടി നമ്മുടെ വിപണികൾ തുറന്നു കൊടുക്കേണ്ടി വരും. നമ്മുടെ ഈ ആസിയാൻ കരാർ ഉണ്ടായ സമയത്ത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ സംഘടനകൾ നടത്തിയ പ്രക്ഷോഭം നമ്മുടെ ഓർമ്മയിലുണ്ട്. ഈ ചൈനീസ് ഉൽപ്പന്നങ്ങൾ കണ്ടമാനം ഇന്ത്യയിലേക്ക് കടന്നു വരും. ആ ഒരു വെല്ലുവിളി ഉണ്ടല്ലോ. അപ്പോൾ അതിനെ നമ്മൾ ഏത് രീതിയിൽ നേരിടാൻ പറ്റും? അല്ല, പുതിയ കാഴ്ചപ്പാടുകളുടെ ഫലങ്ങൾ നമ്മളുടെ മുന്നിൽ വരുന്ന സമയത്ത് നമുക്കതിനും വഴി കണ്ടെത്തേണ്ടി വരും. ചൈനീസ് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ വിലക്കുറഞ്ഞ ഉൽപ്പന്നങ്ങളാണ്. അതെ, ഗുണമേന്മ കുറഞ്ഞ ഉൽപ്പന്നങ്ങളാണ്. പക്ഷേ വിലക്കുറവിൻ്റെ പേരിലാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? അതായത് പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സിനെ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് സ്വാധീനിക്കാനായിട്ട് കഴിയും. ആ ഉൽപ്പന്നങ്ങൾ നമ്മളുടെ ആളുകൾ വാങ്ങാനായിട്ട് തയ്യാറാവും. പകരം നമുക്ക് എന്താണ് ചൈനയിലേക്ക് കയറ്റി അയക്കാൻ പറ്റുക എന്ന് നമ്മൾ അന്വേഷിച്ചാൽ ചൈനയിൽ നമ്മളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള വിപണി നമുക്ക് കണ്ടെത്താൻ പറ്റും. ആവശ്യക്കാരുണ്ടാകും. എല്ലാ ഉൽപ്പന്നങ്ങളും എല്ലാ രാഷ്ട്രങ്ങൾക്കും ഏറ്റവും വില കുറച്ച രീതിയിൽ നിർമ്മിക്കാൻ പറ്റില്ല. ചില ഉൽപ്പന്നങ്ങൾ ചില രാഷ്ട്രങ്ങൾക്ക് വളരെ വില കുറച്ച് ഉൽപ്പാദിപ്പിക്കാനും വിറ്റഴിക്കാനും കഴിയും. അപ്പോൾ അത്തരം ഉൽപ്പന്നങ്ങളാണ് ആ രാഷ്ട്രം എന്ത് ചെയ്യുന്നത്? എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇത് നമ്മളുടെ ഇമ്പോർട്ട് എക്സോസ്റ്റ് സിസ്റ്റത്തിനകത്ത് ഉള്ള ഒരു മെക്കാനിസമാണ്. ആ മെക്കാനിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ലോകത്ത് ഇതേവരെ ലോക വ്യാപാരം എന്ന് പറയുന്ന സാധനം നടന്നിട്ടുള്ളതെന്നുള്ളതാണ്. അത് നമ്മൾ ചൈനയുമായിട്ട് പുതിയ സൗഹൃദം ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ സാധ്യതകൾ സമ്പൂർണ്ണമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുകയും അത് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കാം. അതല്ലെങ്കിൽ നമ്മളുടെ വിപണികൾ മുഴുവൻ അവർ കൈയടക്കുന്ന സ്ഥിതി വരും. അതൊരിക്കലും ഉണ്ടാവരുതല്ല. അതുണ്ടാവാത്ത രീതിയിൽ തന്നെ മിക്കവാറും നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ നമുക്ക് ഒരു പരിധിക്കപ്പുറം ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മുടെ ഈ തൊഴിലധിഷ്ഠിത മേഖലകളാണ്. പ്രത്യേകം പറഞ്ഞാൽ ഈ ചെമ്മീൻ സംസ്കരണ മേഖല, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, അതേപോലെ ഈ സ്വർണ്ണ പ്രോസസ്സിങ്, അതേപോലുള്ള സംഗതികൾ. അപ്പോൾ ഈ പിന്നെ കാർഷിക വിഭവങ്ങൾ നമുക്കിപ്പോൾ പെട്ടെന്നുണ്ടായൊരു പ്രതിസന്ധിയാണ്. ഇപ്പോൾ ചൈന ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അമേരിക്കയിലോട്ടുള്ള അവരുടെ കയറ്റുമതി, അതിപ്പോൾ ചൈന മറ്റു പല രാജ്യങ്ങളിലോട്ടും ധാരാളം കയറ്റുമതി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ആ പ്രതിസന്ധി ഒരു പരിധിവരെ അവർക്ക് പരിഹരിക്കാൻ പറ്റി. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചുള്ള കുഴപ്പം, ഇന്ത്യയുടെ പ്രധാന വിപണി അമേരിക്കയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു പരിഹാരം ഇതിന് കിട്ടിയേ പറ്റൂ. പക്ഷേ അതിനുള്ളൊരു കാലതാമസം സ്വാഭാവികമായിട്ട് ഏതെങ്കിലും രാജ്യമായിട്ട് ധാരണയാവുകയും ആ കയറ്റുമതി ഇറക്കുമതികളൊക്കെ സുഗമമാകുന്നതിനും കുറഞ്ഞത് 1-2 വർഷമെങ്കിലുമൊക്കെ എടുക്കും. ഈ 1-2 വർഷം നമ്മൾ എങ്ങനെ അതിജീവിക്കും? 1-2 പ്രശ്നങ്ങളുണ്ടാവും. ഇല്ലെന്ന് നമ്മൾ പറഞ്ഞതിലൊരു കഥയില്ല. ഇതൊക്കെ വെറുതെ പറച്ചിലിന് കൊള്ളാവുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം വളരെ സ്മൂത്തായിട്ട് നമ്മളുടെ ചരക്കുകൾ അമേരിക്കൻ വിപണികളിലേക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. അതെ, അതിന് കൃത്യമായിട്ടുള്ളൊരു പാത്ത് ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. അത് പെട്ടെന്ന് അടക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ വിപണി കണ്ടെത്തണം. പുതിയ വിപണി അത്ര എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റില്ല. അതിന് അന്വേഷണം വേണം, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ വേണം, കോൺട്രാക്റ്റ് വേണം. ഇതെല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷം അത് സാധ്യമായി തീരുള്ളൂ. അതിനൊരു കാലതാമസം വരും. ആ കാലതാമസം എങ്ങനെ നേരിടും എന്ന് ചോദിച്ചാൽ അതിന് 2 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിയും. ഒന്ന്, നമ്മളുടെ ഈ കയറ്റുമതി കോൺസെൻട്രേഷൻ അതൊന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക കുറച്ച്. രണ്ടാമത്തെ കാര്യം, നഷ്ടം സഹിച്ചുകൊണ്ടും അമേരിക്കയിലേക്ക് കുറേ സാധനങ്ങൾ കയറ്റി അയക്കുക എന്നുള്ളത്. അങ്ങനെ പറ്റുകയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഒട്ടും ഒരു ചരക്കും അങ്ങോട്ട് അയക്കാതെ നമ്മൾ നമ്മുടെ കയറ്റുമതിയെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിച്ചാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കുറച്ച് നഷ്ടം സഹിച്ച് കുറേ സാധനങ്ങൾ കയറ്റി അയക്കേണ്ടി വരും ഒരു ഭാഗത്ത്. 2, അതിനൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ഇത് കയറ്റി അയക്കാനുള്ള ശ്രമം തുടരുകയും അതിന് വഴി കണ്ടെത്തുകയും ചെയ്യും. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ പുതിയ സഖ്യത്തിൽ ഏർപ്പെടുന്ന സമയത്ത് വരുന്ന രാഷ്ട്രങ്ങളുണ്ട്. റഷ്യ, അതേപോലെ ചൈന, പിന്നെ ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഇറാൻ, ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് ചരക്കുകൾ കയറ്റി അയക്കാൻ പറ്റും. പക്ഷേ ഇന്ത്യ പുതിയ സഖ്യങ്ങളിലേക്ക് പോവുകയാണ്. ചൈനയുമായിട്ട് കൂടുതൽ എടുക്കുന്നു, റഷ്യയുമായിട്ടൊക്കെ സഖ്യം ഉണ്ടാക്കുന്നു. ഇതൊക്കെ കണ്ട് അമേരിക്ക വെറുതെ ഇരിക്കുമെന്ന് നമുക്ക് കരുതേണ്ടതില്ലല്ലോ. ഇപ്പോൾ വ്യാപാര യുദ്ധത്തിനപ്പുറം
അമേരിക്ക തീർച്ചയായിട്ടും പ്രതികാര നടപടികൾക്ക് മുതിരില്ലേ? അല്ല, വെറുതെ ഇരുന്ന് തോൽക്കുന്ന ഒരു രാഷ്ട്രമല്ലല്ലോ അമേരിക്ക. അമേരിക്ക മാത്രമല്ല, ഡൊണാൾഡ് ട്രംപും അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരാളല്ല എന്ന് നമുക്കറിയാം. ഇന്ത്യ ഇത്തരത്തിൽ പുതിയ സഖ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള നീക്കങ്ങളെക്കുറിച്ചുള്ള ഒരു മുൻധാരണ ഉണ്ടാകും. അപ്പോൾ അമേരിക്ക എന്തൊക്കെയാണോ ചെയ്യാൻ സാധ്യതയുള്ളത് അതിനനുസരിച്ചിട്ടുള്ള പ്രതിക്രിയകൾ ചെയ്യാൻ നമുക്ക് കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ആ കഴിവിലാണ് നമ്മളുടെ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുള്ളൂ. നമുക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ശരി.